നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് ജമാഅത്തെ ഇസ്ലാമി UDF സംവിധാനത്തിനൊപ്പമാണ്. LDF അല്ലെങ്കിൽ CPM വളരെ കടുത്ത ജമാഅത്തെ ഇസ്ലാമി വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞൊരു കോടാലി വന്ന് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കുന്നത്. ഇതൊക്കെ എങ്ങോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു? ഈ ജമാഅത്തെ ഇസ്ലാമി പ്രശ്നത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പോയി. അപ്പോൾ നിലമ്പൂരിൽ പോയപ്പോൾ അവിടെ കോടാലിപ്പൊയിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ കോടാലിപ്പൊയിലിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ഇടിയപ്പം നൂൽപുട്ടെന്ന് പറയുന്ന സാധനമല്ലേ, അതുണ്ടാക്കുന്ന ആൾക്കാർ കോടാലിപ്പൊയിലുണ്ട്. അപ്പോൾ കോടാലിപ്പൊയിലിൽ നിന്നുള്ള ആൾക്കാർ നാടിൻ്റെ പല ഭാഗങ്ങളിലും പോയി അവരെയെല്ലാം ഇടിയപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ രാഷ്ട്രീയം നമ്മൾ ഈ കാണുമ്പോൾ ഈ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും രുചികരമായ ഭക്ഷണമാണ് ഇടിയപ്പമെങ്കിലും ഏറ്റവും കാഴ്ചയിൽ ഇത്ര സങ്കീർണമായ ഒരു ഭക്ഷണം വേറെയില്ല കാഴ്ചയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിലമ്പൂർ രാഷ്ട്രീയം ഇടിയപ്പം പോലെ സങ്കീർണമാണെന്ന് ഞാൻ പറയും. വളരെ UDFും LDFും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി വേണമെങ്കിൽ നമുക്ക് കാണാം. ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം, PV അൻവറിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ SDP സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി, BJPയുടെ എല്ലാ വോട്ടും പിടിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണോ എന്നുള്ള പ്രശ്നം, അങ്ങനെ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളിൽ നൂലാമാലകളിൽപ്പെട്ട് കുരുങ്ങി കിടക്കുന്ന ഒരു രാഷ്ട്രീയം പോലെയാണ് ഇടിയപ്പം പോലെയാണ് നിലമ്പൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ M സ്വരാജ് LDFന്റെ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി അപ്പുറത്ത് നിൽക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്. ഈ രണ്ട് മുന്നണി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും 3 വോട്ട് കട്ടർമാരും ചേരുന്ന തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്. അതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിലെ തന്നെ ഏറ്റവും വലിയ വോട്ട് കട്ടറായ PV അൻവറിന്റെ ചിഹ്നമാകട്ടെ കത്രികയും. ശരി, അതാണ് ഇപ്പോൾ നിലമ്പൂരിൽ ആരാണ് ജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അറിയാനാണല്ലോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് ഇപ്പോൾ ഹരികൃഷ്ണന്റെ ഒരു തർക്കുത്തരത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുമാതിരി ഇപ്പോൾ എഡിറ്ററോട് ഇടിയപ്പം കഴിക്കാനാണോ അതോ അവിടുത്തെ കാര്യങ്ങൾ അറിയാനാണോ പോയതെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കുന്നില്ല. എന്താണ് അതെ, അപ്പോൾ മാധുവിന് എന്താണ് തോന്നുന്നത്? ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങൾ ഈ തൊലിപ്പുറത്തുള്ള ആ ഒരു മഴവെള്ളം വീഴുന്നത് പോലെ അങ്ങ് അവസാനിക്കോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ SDP ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. SDP വോട്ടാർക്ക്, പിന്തുണയാർക്ക്, SDP പിന്നീട് നടത്തിയ അവരുടെ വിജയാഘോഷം എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അത് പീഡിപ്പിക്കപ്പെട്ട PDPയും അതിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചൂടേറിയ വിഷയം ജമാഅത്ത് വെൽഫെയർ പാർട്ടി പിന്തുണ ആർക്ക്, ആരതിന്റെ നേട്ടം കൊയ്തു എന്നത് തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ എന്നതിന് സംശയമൊന്നുമില്ല.